കർക്കിടക വാവുബലിക്കായി ക്ഷേത്രങ്ങൾ ഒരുങ്ങി. ഓഗസ്റ്റ് 3 ശനിയാഴ്ച പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. കുറവിലങ്ങാട് കളത്തൂർ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പുന്നത്തറ വെസ്റ്റ് കക്കയം കിരാതമൂർത്തി ക്ഷേത്രം ഉൾപ്പെടെയുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ വാവുബലി ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത്. പ്രധാനമായും മഹാവിഷ്ണു, മഹാദേവൻ എന്നിവർ മുഖ്യപ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലാണ് വാവുബലി നടക്കുക. ഇതോടൊപ്പം പ്രമുഖ സ്നാനഘട്ടങ്ങളിലും പിതൃതർപ്പണം നടക്കും. ശനിയാഴ്ച പുലർച്ചെ മുതൽ വിവിധ ക്ഷേത്രങ്ങളിൽ ചടങ്ങുകൾ ആരംഭിക്കും. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കുറവിലങ്ങാട് കളത്തൂർ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇത്തവണ മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ ഭക്തർ വാവുബലിക്കായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പുലർച്ചെ 4 മണിക്ക് വാവുബലിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ആരംഭിക്കും. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തരംഗമായി മാറിയ ക്ഷേത്രവും ക്ഷേത്രത്തിന് മുന്നിലെ വെള്ളച്ചാട്ടവും കാണാൻ നാനാദേശങ്ങളിൽ നിന്നും ഇടദിവസങ്ങളിൽ പോലും ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. വാവുബലിക്കായി 3000 മുതൽ 4000 വരെ ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹിയായ തുളസിദാസ് പറഞ്ഞു. അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കളത്തൂര് നാളെ രാവിലെ 4 മുതൽ വാവുബലി ആരംഭിക്കും. ഒരു 3500 പേര് മുകളിലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ വർഷത്തെ കഴിഞ്ഞും കൂടുതൽ ആളുകൾ വരും. ഇവിടെ നല്ല രീതിയിൽ തന്നെ ആളുകൾ വരുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചയും മറ്റു ദിവസങ്ങളിൽ ഗംഭീരമായ ആളാണ്. പുന്നത്തുറ കക്കയം ശ്രീ കിരാതമൂർത്തി ക്ഷേത്രത്തിലും കർക്കിടക വാവുബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മീനച്ചിലാറിന്റെ തീരത്ത് ക്ഷേത്ര മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ രാവിലെ 4:30 മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ചടങ്ങുകൾക്ക് കമലഹാസൻ ശാന്തി വേളൂർ, മഹേഷ് ശർമ്മ ഞായല്ലൂർ ഇല്ലം എന്നിവർ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിൽ മേൽശാന്തി മനോജ് എം നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിലഹവനവും സായുജ പൂജയും നടക്കും. കിരാതമൂർത്തി ക്ഷേത്രത്തിലെ ആണ്ടുകൂടി നടത്തിയാറുള്ള കർക്കിടക വാവുബലി ഈ വർഷവും ഗംഭീരമായി തന്നെ നടത്തുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും അവർക്ക് കടവിൽ മുങ്ങി കുളിക്കുന്നതിനുള്ള സൗകര്യവും ബലിയിടുന്നതിനായിട്ട് കമലാസുരൻ ശാന്തി വേളൂർ എന്ന ആചാര്യനും അതോടൊപ്പം തന്നെ മഹേഷ് ശർമ്മ ഞായല്ലൂർ ഇല്ലം ഈ 2 ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് 2 ഇതായിട്ടിരുന്ന് തിരക്ക് പരമാവധി കുറച്ചുകൊണ്ട് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലുള്ള തിലഹവനവും സായുജ്യ പൂജയും നമസ്കാരകൂട്ടും നടത്തുന്നുണ്ട്. എല്ലാ വാവുബലികളിലും നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നതാണ്. ഈ വർഷവും നല്ല രീതിയിലുള്ള ഒരു ഭക്തജന പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട്. നാഗമ്പടം മഹാദേവ ക്ഷേത്രം, വേദഗിരി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിലും വാവുബലി ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. i4U ന്യൂസ്, ഏറ്റുമാനൂർ.